വണക്കം ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് എനിക്ക് ഇഷ്ടമുള്ളൊരു ഡിഷാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ആവശ്യമുള്ളത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയട്ടെ. കുറച്ച് കുരുമുളക്, പെരുംജീരകം, ജീരകം, ഉലുവ, മല്ലി, വറ്റൽമുളക്, സവാള, വെളുത്തുള്ളി, ഒരു പീസ് ഇഞ്ചി, ഒരു പച്ചമുളക് ഇട്ട് ഹാഫ് കുക്ക് ആവണ വരെ വഴറ്റിയെടുക്കാം. വഴറ്റി മാറ്റി വെച്ചതിന് ശേഷം ഞാൻ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് വാളയും കൂടെ ഫ്രൈ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മളൊരു പാൻ എടുക്കുക. അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരുന്ന കോവയ്ക്ക നമ്മൾ ഇട്ട് വഴറ്റണം കേട്ടോ. ഇതിൽ വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല. തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ നല്ലതുപോലെ വഴറ്റിയെടുക്കണം. അപ്പം മസാല ആറിയതിന് ശേഷം നമ്മൾ മിക്സി ജാറിലിട്ട് ഒരു ശകല പുളിയും കൂടെ ഇട്ടിട്ട് നമ്മളൊന്ന് ക്രഷ് ചെയ്ത് ഈ സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് എടുക്കണം കേട്ടോ. മഷി പോലെ ആക്കരുത്. ഹാഫ് കുക്കായ കോവയ്ക്കായിൽ നമ്മൾ ഈ മസാലയും കൂടെ ഇടണം. അപ്പം നല്ലതുപോലെ തീ കുറച്ച് വെച്ച് വേണം വേവിക്കാൻ. അപ്പോഴാണ് ഈ മസാല ഇതിൽ പിടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കത്തിരിക്കായാലും ചെയ്യാം കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ അവിയൽ, തോരൻ, മെഴുക്കുരട്ടിയൊക്കെയല്ലേ കോവയ്ക്കാല ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മസാല കോവയ്ക്ക പെരട്ടാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇത് ചപ്പാത്തിയുടെ കൂടെയും ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ കേട്ടോ. ഒരു തൈര് കറി ഇതും കൂടെ ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട നമുക്ക്. ഞാൻ ഈ ചൂട് ചോറ് ആ ചട്ടിയിൽ തന്നെ ഇട്ടിട്ടാണ് ഞാൻ കുഴച്ച് കഴിച്ചത്. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഒരുപാട് പേര് കാണുന്നത്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അടിപൊളി.